നമ്മൾ എത്ര ശ്രമിച്ചാലും നിയന്ത്രിക്കാൻ കഴിയാതെ മനസ്സിലേക്ക് കയറി വരുന്ന ദുർചിന്തകളെ ഇല്ലാതാക്കി മനസ്സിനെ ശുദ്ധീകരിച്ച് മനസമാധാനം നേടാനും ഈശ്വരാനുഗ്രഹം നമ്മളിലേക്ക് ആകർഷിച്ചെത്തിച്ച് മരണം ഉണ്ടാകേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് വരെ നമ്മെ രക്ഷിക്കാനും കഴിയുന്ന ശക്തമായ മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. അകാല മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ മാത്രമല്ല, അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ശമനം നേടാനും ഉന്മാദം പോലുള്ള മാനസിക പ്രശ്നങ്ങളിൽ നിന്നും ബോധക്ഷയത്തിൽ നിന്നും ശമനം നേടാനും ക്ഷുദ്രാഭിചാരങ്ങളെപ്പറ്റിയുള്ള ഭയപ്പാടുകളിൽ നിന്നും മുക്തി നേടാനും ശനി, ആദിത്യൻ തുടങ്ങിയ ഗ്രഹങ്ങൾ നൽകുന്ന ദോഷങ്ങൾ ബാധിക്കാതിരിക്കാനും തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. ഇത്രയധികം ശക്തവും അതുപോലെ തന്നെ ഫലസിദ്ധിയുള്ളതുമായ മന്ത്രമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശനിദോഷം ഏറ്റുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരെപ്പറ്റി വിശദീകരിക്കുന്നതിനായി ഇതിനു മുൻപ് ചെയ്ത വീഡിയോയിൽ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നിട്ട് കൂടി പ്രത്യേകം ഒരു വീഡിയോ മഹാമൃത്യുഞ്ജയ മന്ത്രത്തിനായി തയ്യാറാക്കിയത്. മഹാമൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ഫലസിദ്ധി 2 വിധത്തിലാണ് നമ്മിലേക്ക് എത്തുന്നത്. 1 മഹാമൃത്യുഞ്ജയ ഹോമത്തിലൂടെ, 2 മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതിലൂടെ. ആദ്യം മഹാമൃത്യുഞ്ജയ ഹോമത്തിൻ്റെ ഫലസിദ്ധി എന്തെല്ലാമാണെന്നും അവ എങ്ങനെ നേടാമെന്നും അറിഞ്ഞ ശേഷം മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. മഹാമൃത്യുഞ്ജയ മന്ത്രത്താലാണ് മഹാമൃത്യുഞ്ജയ ഹോമം നടത്താറുള്ളത്. എള്ള്, കറുക, പാൽ, നെയ്യ്, പാൽപ്പായസം, അമൃത്, പേരാൽ എന്നിവയാൽ 144 പ്രാവശ്യം വീതം ഹോമിക്കുന്നതാണ് ഒരു സാധാരണ കൂട്ടുമൃത്യുഞ്ജയ ഹോമം. ഇങ്ങനെ 1008 വീതം 7 ദിവസം കൊണ്ട് മഹാമൃത്യുഞ്ജയ ഹോമമായി നടത്താറുണ്ട്. ഇങ്ങനെ രോഗദുരിതങ്ങളുടെയും മറ്റ് കാര്യസാധ്യങ്ങളുടെയും മറ്റും തീവ്രതയനുസരിച്ച് ഇത് 35 ദിവസമായും 49 ദിവസമായും മറ്റും നടത്താറുണ്ട്. ഇതൊക്കെ വളരെ താല്പര്യവും അത്യധികം വിശ്വാസവും ധാരാളം സാമ്പത്തികവും ഉള്ളവരുടെ കാര്യം. എന്നാൽ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ ചിലർ പലിശയ്ക്കും മറ്റും കടമെടുത്തു പോലും വലിയ വലിയ ഹോമങ്ങളും പൂജാതികർമ്മങ്ങളും ചെയ്യാറുണ്ട്. സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാമാന്യം വലിയ മിക്ക ശിവക്ഷേത്രങ്ങളിൽ നമ്മെ അടുത്തിരുത്തി ചെയ്യുന്ന 500 രൂപയിൽ കൂടുതൽ തുക വരാത്ത മൃത്യുഞ്ജയ ഹോമം നടത്താനാവുന്നതേയുള്ളൂ. അതിനും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ സാധിക്കുന്നില്ലെങ്കിൽ 250 രൂപയിൽ കൂടാത്ത ചെറിയ മൃത്യുഞ്ജയ ഹോമം നടത്താവുന്നതാണ്. നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും മറ്റും ജന്മനക്ഷത്ര ദിവസങ്ങളിലും അനുജന്മ നക്ഷത്ര ദിവസങ്ങളിലും മറ്റും ചിറ്റമൃത് പാലിൽ മുക്കി യഥാശക്തി ഹോമിക്കുന്നത് രോഗശാന്തിക്കും ആയുർദോഷ പരിഹാരത്തിനും ശത്രുജയത്തിനും മറ്റും ഉത്തമമാണ്. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ദശാസന്ധി ദോഷങ്ങൾ മാറുവാനും മൃത്യുഞ്ജയ ഹോമം നല്ലതാണ്. കണ്ടകശനി, ഏഴരയാണ്ട് ശനി, അഷ്ടമശനി കാലഘട്ടങ്ങളിൽ മൃത്യുഞ്ജയ ഹോമം നല്ലതാണ്. ജാതകത്തിലോ പ്രശ്നത്തിലോ ഒക്കെ ആയുർദോഷം എന്ന് കാണുന്നവർ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ്. 8ാം ഭാവാധിപൻ്റെ ദശാകാലത്തും 6, 8, 12 മുതലായ ദോഷസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപകാരകാലങ്ങൾ ആരംഭിക്കുമ്പോഴും അവസാനിക്കാറാകുമ്പോഴും മറ്റും മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് ദോഷശാന്തി വരുത്തുവാൻ ഉപകരിക്കും. ക്ഷുദ്ര ആഭിചാരബാധകളുടെ ഉപദ്രവത്തിൽ വിശ്വാസമുള്ളവർ അതിൻ്റെ ശമനത്തിനായി ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അതുപോലെ മാനസികമായി നാം തളർന്നു പോകുന്ന ചില ഘട്ടങ്ങളുണ്ട്. അപ്പോഴൊക്കെ മൃത്യുഞ്ജയ ഹോമവും ഈ മന്ത്രജപവും നമുക്ക് തുണയായെത്തും. അടിക്കടി ബോധക്ഷയം ഉണ്ടാകുന്നവർക്കും ഈ മന്ത്രം നല്ലതാണ്. കൂവളച്ചമത ഹോമിച്ചാൽ ഐശ്വര്യവും, പേരാൽ ചമത ഹോമിച്ചാൽ സമ്പത്തും, പായസം ഹോമിച്ചാൽ ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇവിടെ പ്രതിപാദിക്കാത്ത മറ്റു പല കാര്യങ്ങൾക്കും മൃത്യുഞ്ജയ ഹോമം പ്രയോജനപ്പെടുത്താറുണ്ട്. ക്ഷേത്രം വലുതോ ചെറുതോ എന്നല്ല, നിറഞ്ഞ മനസ്സോടെ നമ്മളെയും നമ്മുടെ ആവലാദികളെയും ആവശ്യങ്ങളെയും ഉള്ളുകൊണ്ടറിഞ്ഞ് നമുക്ക് വേണ്ടി പൂജാതികർമ്മങ്ങൾ ചെയ്തു തരുന്ന കുറേ അധികം ക്ഷേത്രജ്ഞന്മാർ ഇന്നും നമ്മൾക്കിടയിലുണ്ട്. നിറഞ്ഞ മനസ്സോടെ നമുക്ക് വേണ്ടി ഈശ്വരസന്നിധിയിൽ ഒരു തിരി തെളിക്കാൻ തയ്യാറാകുന്നവർ. അവരെ കണ്ടറിഞ്ഞു വേണം പൂജാതികർമ്മങ്ങൾ ചെയ്യിക്കുവാൻ. ഇത്രയുമൊക്കെ പറഞ്ഞത് മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ശക്തി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനാണ്. ഇനി മഹാമൃത്യുഞ്ജയ മന്ത്രം നാം സ്വയം ജപിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. കഴിയുന്നത്ര മനോശുദ്ധിയോടെയും ശാരീരിക ശുദ്ധി വരുത്തിയും തെറ്റില്ലാതെയും ഈ മന്ത്രം കൈകാര്യം ചെയ്യുക. വയ്യാത്തവരാണെങ്കിൽ കൈയും കാലും മുഖവും മറ്റും കഴുകിയ ശേഷം ജപിക്കുക. ഇനി ഇതൊന്നും പറ്റിയില്ല, കിടക്കയിലാണെങ്കിൽ ശിവസങ്കല്പത്തിൽ മനസ്സുകൊണ്ടായാലും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക.
3 പ്രാവശ്യമോ 7 പ്രാവശ്യമോ 21 പ്രാവശ്യമോ 108 പ്രാവശ്യമോ എന്നിങ്ങനെ ജപിക്കാവുന്നതാണ്. അധികസ്യ അധികം ഫലം എന്നാണല്ലോ പറയുന്നത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർമുക്ഷ്യമാമൃതാത്. മൃത്യുഞ്ജയ ഹോമം ചെയ്താലും ഇല്ലെങ്കിലും ഈ മന്ത്രം ജപിച്ച് മേൽ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾക്ക് ശമനം വരുത്തുവാൻ ശ്രമിക്കുക. ഒന്നോർക്കുക, ശുദ്ധമനസ്സോടെയുള്ള നാമജപം കൊണ്ടോ മന്ത്രജപം കൊണ്ടോ ആരും നശിച്ചു പോയിട്ടില്ല. ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെ ഒഴിവാക്കി നാമജപത്തെ മാത്രം ആശ്രയിച്ചതുകൊണ്ട് നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഉണർന്നു പ്രവർത്തിക്കാനുള്ള ഉത്തേജനം ലഭിക്കാനാവണം നമ്മുടെ ഓരോ പ്രാർത്ഥനയും. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷപരമായ കാര്യങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.